ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ കുറെ സ്റ്റാൻഡേർഡ് ഫോംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഫംഗ്ഷൻസ് തരാണ്. അപ്പോൾ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു 2t അല്ലെ, ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതാം. അപ്പോൾ നമുക്ക് പഠിച്ചത് പറഞ്ഞാൽ ഇ റേസ് ടു at ആണെങ്കിൽ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്? 1/s - a. ഇവിടെ a ആണെങ്കിൽ ഇവിടെ വരും -a ആവും. അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു 2t ലാപ്ലേസ് ട്രാൻസ്ഫോം വരുന്നത് 1/s - 2. ഓക്കെ, ഇനി രണ്ടാമത്തേത് പറഞ്ഞാല് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു -3t. ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം വരുന്നത് എന്തായിരിക്കും? അപ്പൊ ഇ റേസ് ടു -at ആണെങ്കിൽ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം വരുന്നത് 1/s+a ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 1/s+3 വരും. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t³ അല്ലെ, t³. അപ്പോ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം വരുന്നത് പറഞ്ഞാല് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t റേസ് ടു n അല്ലെ, t റേസ് ടു n ആണെങ്കിൽ വരുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s റേസ് ടു n+1 അല്ലെ. ഇവിടെ n ആണെങ്കിൽ ഇവിടെ n ഫാക്ടോറിയൽ വരും, ഇവിടെ n ആയതുകൊണ്ട് തന്നെ n+1 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടും? 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ s റേസ് ടു 3+1 എന്താണ്? 4 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? 3 × 2 × 1 ഡിവൈഡ് ബൈ s റേസ് ടു 4. അങ്ങനെയാണെങ്കിൽ ഇത്ര കിട്ടും? 3 × 2 6, 6 × 1 6 ആണ്. 6 ഡിവൈഡ് ബൈ s റേസ് ടു 4. ഓക്കെ, ഇനി നാലാമത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 2t. cos 2t ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 2t അല്ലെ, cos at യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരുന്നു? cos at യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം s ഡിവൈഡ് ബൈ s² പ്ലസ് a² അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താണുള്ളത്? 2 ആണുള്ളത്. അപ്പൊ cos വരുമ്പോൾ s ഡിവൈഡ് ബൈ a² പ്ലസ് 2² അല്ലെ, 2² ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും s ഡിവൈഡ് ബൈ a² പ്ലസ് 4 കിട്ടും. ഓക്കെ, ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 3t. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 3t എന്താ വരിക? സൈൻ ആണെങ്കിൽ നമ്മള് അല്ലെ, അപ്പൊ sin at യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ പഠിച്ചിരിക്കുന്നത് a ഡിവൈഡ് ബൈ a² പ്ലസ് a² എന്നാണ്. ഓക്കെ, എയുടെ സ്ഥാനത്ത് ഇവിടെ 3 ആണ്. അപ്പൊ 3 ഡിവൈഡ് ബൈ a² പ്ലസ് 3² ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡ് ബൈ a² പ്ലസ് 9. ഓക്കെ, ഇനി ആറാമത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos h ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്. cos h 5t ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അല്ലെ. cos h at യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം വരുന്നത് s ഡിവൈഡ് ബൈ a² മൈനസ് a². അങ്ങനെയാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും ഇവിടെ s ഡിവൈഡ് ബൈ a² മൈനസ് 5² അല്ലെ. 5² എന്ന് പറഞ്ഞാൽ 25 ആണ്. അപ്പൊ cos h ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ എന്താ വരിക? മൈനസ് ആണ് വരിക. ഇനി അടുത്ത പ്രോബ്ലം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin h 3t. ഓക്കെ, അപ്പോ sin h at അല്ലെ, ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം വരുമ്പോൾ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണെങ്കിൽ a ഡിവൈഡ് ബൈ a² മൈനസ് a². അങ്ങനെയാണ് ഇതെന്താ വരിക? എയുടെ സ്ഥാനത്തോടെ 3 ആണ്. 3 ഡിവൈഡ് ബൈ a² മൈനസ് 3² അല്ലെ. 3² എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 2 റേസ് ടു t. ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞാല് ഇവിടെ രണ്ടിലും ഈ log 2 റേസ് ടു t എന്ന് എഴുതാൻ പറ്റും. ഈ log 2 റേസ് ടു t പവർ ആണ്. ഓക്കെ, അപ്പോ log a റേസ് ടു b ഇസ് ഈക്വൽ ടു എന്താണ്? b log a എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e റേസ് ടു t log 2 എന്ന് എഴുതാൻ പറ്റും അല്ലെ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? e റേസ് ടു log 2 into t അല്ലെ. അപ്പോ e റേസ് ടു at യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ വരിക?
1 ഡിവൈഡ് ബൈ എസ് മൈനസ് എ. അങ്ങനെയാണ് ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ത് വരും? ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താണ്? ലോഗ് 2 ആണ്. 1 ഡിവൈഡ് ബൈ എസ് മൈനസ് ലോഗ് 2. ഓക്കെ, അപ്പോ 2 റേസ് ടു ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ വരുന്നത്? 1 ഡിവൈഡ് ബൈ എസ് മൈനസ് ലോഗ് 2. ഒന്നാമത്തെ പ്രോബ്ലം ആണ്. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു 2t പ്ലസ് 3 ഇ റേസ് ടു മൈനസ് ടി പ്ലസ് 5 അല്ലെ? അപ്പൊ അതിന്റെ ആൻസർ കണ്ടുപിടിക്കുകയാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു 2t പ്ലസ് 3 ഇ റേസ് ടു മൈനസ് ടി പ്ലസ് 5 അല്ലെ? ഇനി ഓരോ എലിമെന്റിന്റെ ഇ റേസ് ടു 2tയുടെയും പിന്നെന്താണ് 3 ഇ റേസ് ടു മൈനസ് ടിയും പ്ലസ് 5 അല്ലെ? അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു 2t പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 3 ഇ റേസ് ടു മൈനസ് ടി പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 5. ഓക്കെ, അപ്പൊ ഇ റേസ് ടു 2tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു 8tയുടെ 1 ഡിവൈഡ് ബൈ എസ് മൈനസ് എ ആണ്. എയുടെ സ്ഥാനത്ത് ഇവിടെ 2 ആയതുകൊണ്ട് 1 ഡിവൈഡ് ബൈ എസ് മൈനസ് 2 പ്ലസ് ഇനി അടുത്ത് എന്താ? 3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ആണ് അല്ലെ? 3നെ നമ്മൾ ഇ റേസ് ടു മൈനസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 3യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണേണ്ട കാര്യമില്ല. ഇ റേസ് ടു മൈനസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരുന്നു? ഇ റേസ് ടു മൈനസ് 8 ആണെങ്കിൽ 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് എ അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? 3 അവിടെ ഉണ്ട്. 3 ഡിവൈഡ് ബൈ ഇ റേസ് ടു മൈനസ് ടി അല്ലെ? ഇവിടെ അപ്പോൾ ഉണ്ടാവും 1 ഉണ്ടാവും, മൈനസ് 1 ഉണ്ടാവും. അപ്പൊ എന്താ? എസ് പ്ലസ് 1 പ്ലസ് 5യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരുന്നു? 5 ബൈ എസ്. കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ എസ് ആണ്. 5 ബൈ എസ് അല്ലെ? ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യണം. ഓക്കെ, ഞാൻ LCM എന്തെടുത്തു? താഴത്ത് മൊത്തം. അപ്പൊ എന്താ? എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് അല്ലെ? അപ്പൊ ഇതിന്റെ അടിയിൽ എന്തില്ല? എസ് മൈനസ് 2 ഇല്ല. എസ് മൈനസ് 2 ഉണ്ട്. ഇതിന്റെ അടിയിൽ എന്താ? എസ് പ്ലസ് 1 ഇല്ല, എസും ഇല്ല അല്ലെ? അപ്പൊ അത് ആ രണ്ട് ഫംഗ്ഷൻ കൂടെ 1നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1 ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 3 ഇവിടെ ഉണ്ട്. 3യുടെ അടിയിൽ എന്തുണ്ട്? എസ് പ്ലസ് 1 ഉണ്ട്. എസ് മൈനസ് 2 ഇല്ല, എസും ഇല്ല. അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താണ്? 3 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 5ന്റെ അടിയിൽ ഇവിടെ എസ് മാത്രമേ ഉള്ളൂ. എസ് മൈനസ് 2 ഇല്ല, എസ് പ്ലസ് 1 ഇല്ല. അപ്പൊ 5 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 1. ഓക്കെ, ഇത് നമുക്ക് ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കഴിയും. ഓക്കെ, അപ്പൊ എസ് പ്ലസ് 1 ഇൻറ്റു എസ്. അപ്പൊ എസ് കൊണ്ട് എസിനെ മൾട്ടിപ്ലൈ, എസ് കൊണ്ട് 1നെ മൾട്ടിപ്ലൈ. അപ്പൊ എസ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ പ്ലസ് എസ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എസ്. ഓക്കെ, ഇതിന്റെ അടുത്ത് എന്താണ്? 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പൊ ഈ എസ് കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എസ് ഇൻറ്റു എസ്, എസ് സ്ക്വയർ. എസ് സ്ക്വയറിന്റെ 3 എന്ന് പറഞ്ഞാൽ 3 എസ് സ്ക്വയർ. അപ്പൊ പ്ലസ് 3 എസ് സ്ക്വയർ. ഇതിന്റെ അടുത്ത് മൈനസ് 2 ഉണ്ട്. മൈനസ് 2 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ മൈനസ് 6 ആണ്. മൈനസ് 6 ഇൻറ്റു എക്സ് മൈനസ് 6x മൈനസ് 6s പ്ലസ് 5 അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? ആദ്യം നമുക്ക് ഇത് സോൾവ് ചെയ്യണം. പ്ലസ് 5 ഇൻറ്റു എസ് അതായത് എസ് കൊണ്ട് എസിനെ മൾട്ടിപ്ലൈ, എസ് കൊണ്ട് 1നെ മൾട്ടിപ്ലൈ. എസ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞാല് എസ് സ്ക്വയർ. ഇതിന്റെ അടുത്ത് എസ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാല് എസ്. പിന്നെ മൈനസ് 2 ഇൻറ്റു എസ് എന്ന് പറഞ്ഞാല് മൈനസ് 2s. മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാല് മൈനസ് 2. ഓൾ ഡിവൈഡ് ബൈ എന്താണ്? എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് 3s സ്ക്വയർ മൈനസ് 6s പ്ലസ് 5s സ്ക്വയർ പ്ലസ് 5s. 5 ഇൻറ്റു മൈനസ് 2 മൈനസ് 10s. 5 ഇൻറ്റു മൈനസ് 2 മൈനസ് 10. ഓൾ ഡിവൈഡ് ബൈ എന്തായിരിക്കും? എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ്. ഇത് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. അപ്പൊ ആദ്യം എസ് സ്ക്വയർ എടുക്കുക. എസ് സ്ക്വയർ പിന്നെ ഇവിടെ എന്താണ്? 3s സ്ക്വയർ. അപ്പൊ 4s സ്ക്വയർ. 4s സ്ക്വയർ പ്ലസ് 5s സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9s സ്ക്വയർ. പിന്നെ ഒരു എസ് സ്ക്വയറും ഇല്ല. അപ്പൊ നമുക്ക് കിട്ടും 9s സ്ക്വയർ. ഇനി എസിൻ്റെ ഇവിടെ 1 അല്ല, ഇവിടെ എസ് ആണ്. സോറി, എസ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എസ് ആണ്. ഓക്കെ, പ്ലസ് എസ് മൈനസ് 6s ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 5s. മൈനസ് 5s പ്ലസ് 5s എന്തായി മാറി? 0 ആയി. അത് ക്യാൻസൽ ചെയ്യും.
അപ്പൊ ഇവിടെ എന്താണ് മൈനസ് 10s മാത്രമായിരിക്കും മൈനസ് 10s. പിന്നെ അടുത്ത് എന്താ ഉള്ളത് കോൺസ്റ്റന്റ് ഇവിടെ എന്താ ഉള്ളത് മൈനസ് 10 ആണ്. മൈനസ് 10 ഡിവൈഡ് ബൈ എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ്. ഇതായിരിക്കും ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇനി രണ്ടാമത്തെ പ്രോബ്ലം ആണ് ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 2t പ്ലസ് 3 ഹോൾ സ്ക്വയർ അല്ലെ. അപ്പൊ ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോം ആണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലെ. അപ്പൊ ആദ്യം ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലെ എ സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും 2t ഹോൾ സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു 2t ഇൻറ്റു 3 പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 3 സ്ക്വയർ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക 2t സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്ക് കിട്ടും 4t സ്ക്വയർ. 2ന്റെ സ്ക്വയർ 2 4 t സ്ക്വയർ t സ്ക്വയർ. പിന്നെ അടുത്തതാണ് 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 3 12 പ്ലസ് 12t പ്ലസ് 9 അല്ലെ. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് 4t സ്ക്വയർ പ്ലസ് 12t പ്ലസ് 9 ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 4t സ്ക്വയർ പ്ലസ് 12t പ്ലസ് 9 ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. അപ്പൊ 4t സ്ക്വയർ അല്ലെ. അപ്പൊ 4 അവിടെ കിടന്നോട്ടെ. ടി സ്ക്വയറിന്റെ എന്താ വരിക ടി റേഷ്യോ എന്നാണെങ്കിൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ s റേസ് ടു n പ്ലസ് 1 അല്ലെ. n ഫാക്ടോറിയൽ n ന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ് 2 ആണ്. അപ്പൊ 4 ഇൻറ്റു 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ s റേസ് ടു 2 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 12 അല്ലെ. ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരുന്നു 1 ഡിവൈഡ് ബൈ s സ്ക്വയർ 1 ഡിവൈഡ് ബൈ s സ്ക്വയർ. അതായത് ടി റേഷ്യോ എന്നാകുമ്പോൾ n ഫാക്ടോറിയൽ n ന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. പിന്നെ എന്താണ് s റേസ് ടു n പ്ലസ് 1 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2 പ്ലസ് കിട്ടും 9 ബൈ s. ഓക്കെ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ 2 ഇൻറ്റു 1 അല്ലെ ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പൊ 2 ഇൻറ്റു 4 8 അല്ലെ. അപ്പൊ നമുക്ക് കിട്ടും 8 ബൈ s ക്യൂബ് 8 ബൈ s ക്യൂബ് പ്ലസ് 12 ബൈ s സ്ക്വയർ പ്ലസ് 9 ബൈ s അല്ലെ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം സോൾവ് ചെയ്യണം അല്ലെ. അപ്പൊ എസ് എസ് സ്ക്വയർ എസ് ക്യൂബ് അല്ലെ. എസ് ക്യൂബിനകത്ത് എസ് സ്ക്വയർ ഉണ്ട് എസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെടുത്താൽ മതി എസ് എൽ സി എം ആയിട്ട് എസ് ക്യൂബ് എൽ സി എം ആയിട്ട് എടുക്കുക. മനസ്സിലായോ. അപ്പൊ 8ന്റെ അടിയിൽ എസ് ക്യൂബ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും 8 തന്നെ മതി. പ്ലസ് 12ന്റെ അടിയിൽ എന്താണ് എസ് സ്ക്വയർ ആണ്. പക്ഷെ നമ്മൾ ഇവിടെ എന്തായിരിക്കുന്ന എസ് ക്യൂബ് ആണ്. അപ്പൊ നമ്മൾ 12 എസ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണുള്ളത് എസ് സ്ക്വയറേ ഉള്ളൂ. ഇവിടെ എന്താണ് എസ് ക്യൂബ് ആണുള്ളത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്താണ് ഒരു എസ് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ 12s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. പ്ലസ് 9 ബൈ എസ് അല്ലെ. 9ന്റെ അടിയിൽ എസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എസ് ക്യൂബ് ആണ് അല്ലെ. അപ്പോ തമ്മിൽ എത്ര എസിന്റെ വ്യത്യാസമുണ്ട് അല്ലെ സ്ക്വയറിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 9s സ്ക്വയർ. അപ്പൊ ആൻസർ എന്താ കിട്ടുക 9s സ്ക്വയർ പ്ലസ് 12s പ്ലസ് 8 ഓൾ ഡിവൈഡ് ബൈ എന്തായിരിക്കും എസ് ക്യൂബ്. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ ഇനി അടുത്തതാണ് ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 3t മൈനസ് 5 അല്ലെ. അപ്പൊ നമ്മൾ കുറച്ച് ഫോർമുല പഠിക്കാണ്ട്. അതായത് കോസ് 3t മൈനസ് 5 നമുക്ക് ഡയറക്റ്റ് ലാപ്ലേസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആകുമ്പോൾ ഇവിടെ കുറച്ച് ഫോർമുലാസ് എഴുതിയിട്ടുണ്ട്. കോസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. സൈൻ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി അല്ലെ. അപ്പൊ ഈ ഫോർമുല പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് കോസ് 3t മൈനസ് 5 നമുക്ക് കോസ് എ മൈനസ് ബി അല്ലെ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എ കോസ് ബി മൈനസ് പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കോസ് 3t മൈനസ് 5 അല്ലെ കോസ് 3t മൈനസ് 5 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോസ് എ കോസ് ബി. എയുടെ സ്ഥാനത്തോടെ 3t ആണ്. കോസ് 3t ഇൻറ്റു കോസ് 5 മൈനസ് പ്ലസ് സൈൻ 3t ഇൻറ്റു സൈൻ 5 അല്ലെ. ബിയുടെ സ്ഥാനത്ത് 5 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്തിന്റെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ടത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 3t ഇൻറ്റു കോസ് 5 പ്ലസ് സൈൻ 3t ഇൻറ്റു സൈൻ 5 അല്ലെ.
അപ്പൊ ഇവിടെ ടിയുടെ ഫംഗ്ഷനിലെ കോസ് 3t ഉണ്ട്. ഇവിടെ കോസ് 5 എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. അതേപോലെ തന്നെ സൈൻ 3t നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. സൈൻ 5 എന്ന് പറയുന്നതാണ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കോസ് 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരുന്നു? കോസ് 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കോസ് 80 അല്ലെ. അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം a ഡിവൈഡ് ബൈ s സ്ക്വയർ പ്ലസ് a സ്ക്വയർ അല്ലെ. അങ്ങനെയാണ് എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണുള്ളത്? 3 ആണുള്ളത്. അപ്പൊ കോസ് 5 അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ കോസ് 5 ഇൻറ്റു കോസ് 30യുടെ എസ് ആണ്. എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ കോസ് 5 ഇൻറ്റു എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് ഇവിടെ സൈൻ 5 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ സൈൻ 5 ഇൻറ്റു സൈൻ 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരുന്നു? സൈൻ 80 is equal to a ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അങ്ങനെയാണ് എയുടെ സ്ഥാനത്ത് ഇവിടെ 3 ആണ്. അപ്പൊ 3 ഡിവൈഡ് ബൈ എന്താണ്? എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. 1 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എസ് കോസ് 5 പ്ലസ് 3 സൈൻ 5. അതായിരിക്കും ഇതിന്റെ ആൻസർ. നാലാമത്തെ പ്രോബ്ലം ആണ് ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് സ്ക്വയർ 2t അല്ലെ. ഇവിടെ കോസ് സ്ക്വയർ 2tനെ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് ഫോർമുല ഉണ്ട്. കോസ് സ്ക്വയർ ടി ആണെങ്കിൽ 1 പ്ലസ് കോസ് 2t ബൈ 2 ആണ്. സൈൻ സ്ക്വയർ ടി ആണെങ്കിൽ 1 മൈനസ് കോസ് 2t ബൈ 2 ആണ് അല്ലെ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കോസ് സ്ക്വയർ 2t ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആൻസർ ഓക്കെ, ആൻസർ എന്താണ്? കോസ് സ്ക്വയർ 2t അല്ലെ. ഇത് നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? 1 പ്ലസ് കോസ്, ഇവിടെ ഓൾറെഡി 2 ഉണ്ട്, ഇവിടെ 2t കൂടി. അപ്പൊ 2 ഇൻറ്റു 2t ഓൾ ഡിവൈഡ് ബൈ 2 ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 4t ബൈ 2 അല്ലെ. ഇനി നമുക്ക് ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 പ്ലസ് കോസ് 4t ഓൾ ഡിവൈഡ് ബൈ 2 അല്ലെ. അപ്പൊ നമുക്ക് 1/2 നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. 1/2 വരും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നിന്നുള്ള 1 ആണ് അല്ലെ. അപ്പൊ എന്താ കിട്ടുക? 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s. കോസ് 4tന്റെ എന്താ വരിക? എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1/s പ്ലസ് എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 16 അല്ലെ. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. താഴെ നമ്മൾ എന്തെടുക്കും? എൽസിഎം ആയിട്ട് എസ് സ്ക്വയർ പ്ലസ് 16 എടുക്കും അല്ലെ. അപ്പോ ഇതിന്റെ അടിയിൽ എസ് മാത്രമേ ഉള്ളൂ. എസ് സ്ക്വയർ പ്ലസ് 16 ഇല്ല. അപ്പൊ നമ്മൾ 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 16. അപ്പൊ 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 16 എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ പ്ലസ് 16 തന്നെയാണ് പ്ലസ് എസ് അല്ലെ. ഇതിന്റെ അടിയിൽ എന്തില്ല? എസ് ഇല്ല. അപ്പൊ നമ്മൾ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എസ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2s സ്ക്വയർ. 2s സ്ക്വയർ പ്ലസ് 16 ഓൾ ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 16. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് 2 പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 2/2 ഇൻറ്റു അപ്പം കിട്ടും എസ് സ്ക്വയർ പ്ലസ് ഇവിടെ എന്താ വരിക? 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 8. 8 ഇൻറ്റു 2 ആണ് 16. അപ്പൊ 8 ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 16. ഓക്കെ, 2 ഇൻറ്റു കട്ടായി പോയി. ഫൈനൽ ആൻസർ വരുന്നത് എസ് സ്ക്വയർ പ്ലസ് 8 ഓൾ ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 16. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. അടുത്ത പ്രോബ്ലം ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ 3t അല്ലെ. അപ്പോൾ സൈൻ സ്ക്വയർ 3tനെ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ ഫോർമുല ഉപയോഗിക്കുക. സൈൻ സ്ക്വയർ t is equal to 1 മൈനസ് കോസ് 2t ബൈ 2. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് സൈൻ സ്ക്വയർ 3t ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2t. 2 ഇൻറ്റു ഇവിടെ എന്താണ്? 3t ആണുള്ളത്. അപ്പൊ 3t ഓൾ ഡിവൈഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 6t ഓൾ ഡിവൈഡ് ബൈ 2. അപ്പൊ ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോം 1 മൈനസ് കോസ് 6t ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പൊ 1/2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പൊ 1 ആണ് ഇവിടെ ബാക്കി വരുന്നത്. അപ്പൊ 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s മൈനസ് 6 കോസ് 60 ആണ്. കോസ് 80യുടെ എന്തായിരുന്നു? എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോ എസ് ഡിവൈഡ് ബൈ
എസ് സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ അല്ലെ. ഇനി ഇതിനെ ഒന്നും കൂടി സോൾവ് ചെയ്ത് 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ് അല്ലെ. അപ്പൊ 1/2 ഇൻറ്റു 1/s മൈനസ് എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 36. ഇനി ഇതിനെ സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അപ്പൊ നമ്മൾ എൽസിഎം എന്തെടുക്കും? എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 36 എടുക്കും. അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 36 എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ പ്ലസ് 36 തന്നെ മൈനസ് എസ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഈ എസ് സ്ക്വയറും പ്ലസ് എസ് സ്ക്വയറും മൈനസ് എസ് സ്ക്വയറും പോയി. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 36 ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 36. ഓക്കെ, അപ്പോ 18 ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 36 ഇതായിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ.